ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? 1-ാം തീയതി നമുക്ക് തൈപ്പൂയ കാവടിയാണ് വരാൻ പോകുന്നത്. മുരുകൻ്റെ അമ്പലങ്ങളിൽ, അതുപോലെ മിക്ക മുരുകൻ്റെ അമ്പലങ്ങളിൽ എല്ലായിടത്തും തന്നെ കാവടിയായിരിക്കും, തൈപ്പൂയ കാവടിയായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കേണ്ട ഒരു ഉത്സവം തന്നെയാണ് തൈപ്പൂയ കാവടി. ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കുക. പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെയാണെങ്കിലും ശരി, ഇപ്പം അമ്പലങ്ങളിലെല്ലായിടത്തും അല്ലേ കവർച്ചയുടെ കാലഘട്ടം അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ അമ്പലങ്ങളിൽ മോഷണം പോയി എന്ന് പറയുന്നുണ്ട്. ഇപ്പം വലിയ വലിയ അമ്പലങ്ങളിലെല്ലാം പോയാലും നമ്മൾ വഴിപാടൊക്കെ കഴിക്കും അല്ലേ, ഒരുപാട് വഴിപാടുകൾ കഴിക്കും. പക്ഷേ നമ്മൾ വഴിപാട് കഴിച്ചിട്ട് ഒരു തരി പ്രസാദം പോലും അവർ തരില്ല. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ അമ്പലത്തിലെ ഉണ്ണികൃഷ്ണനെ ഇപ്പം 250 ഗ്രാം തൂക്കം വരുന്ന ഒരു കിരീടം ഒരു ഭക്തൻ സമർപ്പിച്ചു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു, അത് സമർപ്പിച്ചു എന്ന് പറയണേ. ശരിക്കും ഈ ഉണ്ണിക്കണ്ണനെ നമ്മൾ തൊഴാൻ ചെന്നാൽ അകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അകലെ നിന്ന് തൊഴുമ്പോൾ ആരെങ്കിലും ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ണിക്കണ്ണൻ്റെ രൂപമുണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ അകലെ നിന്ന് തൊഴുകയാണ് ചെയ്യുന്നത്. അഥവാ നമ്മൾ ക്യൂവിൽ അകത്ത് കയറാൻ പോലും നമുക്ക് ചില ദിവസങ്ങളിൽ സാധിക്കാറില്ല. അപ്പോൾ എല്ലാം ഒരു വിശ്വാസമാണല്ലേ, എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മളെല്ലാം ഈ അമ്പലങ്ങളിലെല്ലാം പോവുകയും ഒരുപാട് വഴിപാട് കഴിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഭക്തൻ ഈ കിരീടം കൊടുത്തതിന് ഞാൻ ഒരു ഇതായിട്ട് പറയുകയല്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ സമർത്ഥിക്കുകയല്ല. ഇതൊരു പാവപ്പെട്ട, അതുപോലെ കയ്യ് കാല് കണ്ണ് ഇല്ലാതെ ഒരുപാട് രോഗങ്ങളെല്ലാം അനുഭവിക്കുന്ന എത്രയോ ആളുകളാണല്ലേ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നത്. ഒരു ഗതിയുമില്ലാതെ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ ഭർത്താവിന് അസുഖം ബാധിച്ച് ഭാര്യമാരും കുട്ടികളും, അല്ലെങ്കിൽ പിഞ്ച് പൈതലുകൾ, എത്ര പിഞ്ച് പൈതലുകളാണ് ഓരോ ജന്മസിദ്ധമായിട്ട് തന്നെ ഓരോ അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ധനസഹായം കൊടുക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ എന്തിനാണ് ഉണ്ണികൃഷ്ണന് വേണ്ടി ഇപ്പം നമ്മൾ ഗോളകം പോലെ 250 ഗ്രാം അല്ലെങ്കിൽ 11 കിലോ തൂക്കം വരുന്ന, അല്ലെങ്കിൽ 12 കിലോ തൂക്കം വരുന്ന രത്നകിരീടം നമ്മൾ സമർപ്പിച്ചു. ആ രത്നകിരീടം വെച്ചുകൊണ്ട് ഭഗവാൻ നടക്കുന്നതായിട്ട് നമുക്ക് ആർക്കും കാണാനും സാധിക്കില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളത് സമർപ്പിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന്മാർക്ക് ആർക്കും നമ്മളുടെ ഭക്തജനങ്ങളുടെ പൈസയോ കിരീടങ്ങളോ ധനമോ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം വെറും മിഥ്യാധാരണയാണ് അല്ലേ. ശരിക്കും ഈശ്വരൻ നമ്മളെല്ലാവരുടെയും സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഈശ്വരനെ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ പോലും ഈശ്വരനെ കണ്ടിട്ടില്ല. ഈശ്വരൻ ഉണ്ട് എന്ന് നമുക്കറിയാം, ഇല്ല എന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്. ഞാൻ നിരീശ്വരവാദിയല്ല, ഞാനൊരു വിശ്വാസിയാണ്. പക്ഷേ നമുക്ക് നിറഞ്ഞു കിടക്കുന്ന കുടത്തിലേക്കല്ല നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്, ഇല്ലാത്ത കുടത്തിലേക്കാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന കാര്യം ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള എന്നിട്ട് അത് കൊടുത്തിട്ട് അത് വളരെ പ്രശംസാപൂർവ്വം നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭക്തനെ നമ്മൾ വിചാരിക്കും, ഓ കൃഷ്ണൻ അത് കൊടുത്തല്ലോ, അയാൾക്ക് ഒത്തിരി കാശുള്ളത് കൊണ്ട് അത് ചെയ്തു എന്ന് നമ്മൾ വെറുതെ പറയുന്നു. അതൊന്നും അല്ല വേണ്ട സുഹൃത്തെ. നമ്മൾ ആർക്ക് തന്നെ എന്തൊക്കെ കൊടുത്താലും ആരും തൃപ്തരല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ആർക്കാണെങ്കിലും ശരി, നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സമീപത്തേക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞ് കഷ്ടപ്പെടുന്ന ഒരു ഭക്തന് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിലും വലിയൊരു അനുഗ്രഹം ഈ ഭൂമിയിലില്ല. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി എതിരഭിപ്രായമാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മുഴുവനും കേട്ടിട്ട് കമൻറ്റ് ചെയ്യണം. ഒന്നിനും ഒരു കമൻറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ ബൈ.